ഹായ് ഫ്രണ്ട്സ്, മൈലിക്കൽ ആഗ്രോ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോർജ്. ഞാൻ തോമസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാ ടൗണിനോട് ചേർന്നുള്ള മുണ്ടാങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പ്രോപ്പർട്ടിയിലാണ്. ഏകദേശം 3 മാസം മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റാണ്. ഇവിടെയും നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ, പേൾ ഗ്രാസ്, പോണ്ടിച്ചേരി ഗ്രാവൽ, അത്യാവശ്യം ട്രോപ്പിക്കൽ പ്ലാന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നമ്മൾ പോർച്ചിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗം ഇതുപോലെ കലാത്തിലൂട്ടിയ പ്ലാന്റ്സ് കൊണ്ട് ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 4x1 സ്റ്റോണാണ് ഇപ്പോൾ വാക്ക് വേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, മെയിൻ ഡോറിന് അഭിമുഖമായിട്ട്. അതൊരു പാസേജ് ആയിട്ട് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അതുപോലെ കാർപോർട്സിൻ്റെ ഒരു പോർഷനായിട്ടും വരും, ഒരു വ്യത്യാസം തോന്നിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ മുറ്റത്തിൻ്റെ ഈ കോർണർ വരുന്ന ഭാഗവും പേൾ ഗ്രാസ് കൊടുത്ത് അത്യാവശ്യം ഫ്രൂട്ട് പ്ലാന്റ്സുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മെയിൻ എൻട്രൻസിൽ നിന്നുള്ള വാക്ക് വേ വീടിൻ്റെ സൈഡിലേക്കായിട്ട് പോകാൻ വേണ്ടി 2 സൈസിൽ ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും ഒന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് എത്ര ഏരിയയിൽ നമുക്ക് പേവിങ്സ് വേണം, എത്ര ഏരിയയിൽ പെബിൾസ് വേണം, എത്ര ഏരിയയിൽ ഏതൊക്കെ ഏരിയയിൽ ഗാർഡൻ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കാഴ്ചയിൽ നല്ല ഭംഗിയാക്കാനും പറ്റും അല്ലേ? ഈ ഫുൾ സ്റ്റോൺ കയറുന്നതിലും അത് കോസ്റ്റ് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് അപ്പം അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിപ്പോൾ ഗ്രാവലിനുള്ള ഏരിയ, പ്ലാന്റ്സ്, കുറച്ച് ഏരിയ ഗ്രാസിനുള്ളത്, അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമ്മുടെ ചെയ്ത ഡിസൈന് ഒരു എന്താ പറയണ്ട, ഒരു ഓൾഡ് ഫാഷനിലോട്ടൊന്നും പോയില്ല. അതെപ്പോഴും ഒരു ഭംഗി അങ്ങ് കീപ്പ് ചെയ്ത് അങ്ങ് നിന്നോളൂ. അതെ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രൊജക്റ്റിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളവരാണെങ്കിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ഡിസൈനെങ്കിലും റെഡിയാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഓക്കെ, ബൈ.